ബത്തേരിയിൽ കഴിഞ്ഞ ദിനം 40-ാം വെള്ളിയോടനുബന്ധിച്ച് നടത്തിയ കുരിശിൻ്റെ വഴി നാടിന് തന്നെ ഒരു അനുഗ്രഹമായി തീർന്നിരുന്നു. ബത്തേരി, മാനന്തവാടി, കോഴിക്കോട് രൂപതകൾ സംയുക്തമായി ചേർന്ന് നടത്തിയ കുരിശിൻ്റെ വഴിയുടെ ദൃശ്യാവിഷ്കാരം വിശ്വാസികൾക്ക് മാത്രമല്ല കണ്ടുനിന്നവർക്കും ഒരു വ്യത്യസ്ത അനുഭവമായിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ ദിവസങ്ങളോളം നീണ്ട കഠിനാധ്വാനത്തിൻ്റെ കഥയാണ് ദൃശ്യാവിഷ്കാരത്തിന് ചുക്കാൻ പിടിച്ച ഫാദർ വിൻസെൻ്റ് പുതുശ്ശേരിക്ക് പറയാനുള്ളത്. യേശുവിൻ്റെ പീഡാനുഭവ മരണ രഹസ്യങ്ങളെ, കുരിശുമരണത്തെ, ആ കാൽവരിയിലെ അതേ അനുഭവ തീവ്രതയോടുകൂടി, അനുഗ്രഹത്തോടും കൂടി ഓരോ കുരിശിൻ്റെ വഴിയുടെ ഓരോ സ്ഥലവും വീണ്ടും പുനരാവിഷ്കരിച്ചുകൊണ്ട് നടത്തുന്ന ഈ കുരിശിൻ്റെ വഴി, ആയിരങ്ങൾ പങ്കെടുക്കുന്ന കുരിശിൻ്റെ വഴി ഈ പ്രദേശവാസികൾക്ക്, ഈ ദേശവാസികൾക്ക് ക്രിസ്തുവിൻ്റെ പീഡാനുഭവ രഹസ്യങ്ങളെ നേരിൽ കണ്ട് അനുഭവിക്കുവാൻ, അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ഏറെ വലിയൊരു അവസരമാണ് എന്ന് ചിന്തിക്കുകയാണ്. ഏറെ സന്തോഷമുള്ളത് ഈ കുരിശിൻ്റെ വഴി യാത്രയിൽ, പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുക്കുന്ന, ദൃശ്യാവിഷ്കാരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ കലാകാരന്മാരും കലാകാരികളും ഈ 3 രൂപതയിലെ വിവിധ ഇടവകളിൽപ്പെട്ട മക്കളാണ് എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. യേശു വഹിച്ച അതേ കുരിശിൻ്റെ അംശം തിരുശേഷിപ്പായി വച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയും ഇതിനുണ്ട്.